ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ, അതായത് പലതരത്തിൽ നമ്മൾ ബിസിനസ് ഓർഗനൈസേഷനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് ഒന്ന് സോൾ പ്രൊപ്രൈറ്റർഷിപ്പും പാർട്ട്ണർഷിപ്പും, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ് ആൻഡ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ആൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് വെച്ചാൽ ഒരു സിംഗിൾ പേഴ്സണാണ് നമ്മുടെ ബിസിനസ് കൈകാര്യം ചെയ്യുന്നത്, ഓൺ ചെയ്യുന്നുള്ള വ്യക്തിനെയാണ് നമ്മൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയാം. അവിടുത്തെ ആ വ്യക്തിന് പറയുന്ന പേരാണ് സോൾ ട്രേഡർ. ഇറ്റ് ഈസ് എ മോസ്റ്റ് കോമൺ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. അതായത് വൺ മാൻ ഓണർഷിപ്പ് കൺട്രോളുള്ള ഒരു ബിസിനസ്സിനെയാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. ഫീച്ചേഴ്സ് നോക്കാം. ഇറ്റ് ഈസ് എ വൺ മാൻ ഓണർഷിപ്പ് കൺട്രോളും ആ ഒരു ബിസിനസ്സിൻ്റെ മൊത്തം കൺട്രോളും അദ്ദേഹത്തിൻ്റെ കയ്യിലായിരിക്കും. ഫോർമേഷൻ ആൻഡ് ക്ലോഷറും എന്താ പറയുക, there are any legal formalities and separate law for governing the activities of sole trading concern. Closure of the business can also be done easily. അതായത് നമുക്ക് പെട്ടെന്ന് ഫോർമാറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ക്ലോഷർ ചെയ്യാനൊക്കെ ഈസിലി ആയിട്ടുള്ളൊരു ബിസിനസ്സാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. ലാക്ക് ഓഫ് ബിസിനസ് കണ്ടിന്യൂറ്റി, therefore death, insanity and imprisonment have effect on business and may cause closure of business. അതായത് കണ്ടിന്യൂറ്റി, ഈ ഒരു ബിസിനസ്സിന് കണ്ടിന്യൂറ്റി പലപ്പോഴായിട്ട് കുറവായിരിക്കും. ഒരു പേഴ്സൺ മാത്രമാണ് ഈ ബിസിനസ് നോക്കാനുള്ളത് വെച്ചാൽ അയാൾക്ക് വല്ല ഡെത്തോ മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടായാലൊക്കെ ബിസിനസ് അങ്ങനെ അടച്ചു കൂട്ടേണ്ടി വരും. അൺലിമിറ്റഡ് ലാബിലിറ്റി, സോൾ പ്രൊപ്രൈറ്ററിൻ്റെ ലാബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിരിക്കും, അൺലിമിറ്റഡ് ആണ്. ദെൻ നോ സെപ്പറേറ്റ് എൻറ്റിറ്റി ഫോർ ദ ബിസിനസ്, ഇറ്റ് ഹാസ് എനി ലീഗൽ എക്സിസ്റ്റൻസ് സെപ്പറേറ്റ് ഫ്രം ഇറ്റ്സ് ഓണർ. അങ്ങനെ പ്രത്യേകിച്ച് ലീഗൽ എക്സിസ്റ്റൻസ് ഒന്നും ഇല്ലാത്തതാണ്. ദെൻ പ്രോഫിറ്റ് ഷെയറിങ്, ഇതിൻ്റെ പ്രോഫിറ്റ് ഷെയറിംഗ് എന്ന് വെച്ചിരിക്കുന്നത് ഈ വ്യക്തി മാത്രമായിരിക്കും. അതേപോലെ തന്നെ ലോസ് വന്നാലും പ്രോഫിറ്റ് വന്നാലൊക്കെ ഇയാൾ തന്നെ വഹിക്കണം. ഇനി എന്തൊക്കെയാണ് ഇതിന് മെറിറ്റ്സ് നോക്കാം. ക്വിക്ക് ഡിസിഷൻ മേക്കിങ്, ഒറ്റയാൾ മാത്രമുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ സഹായിക്കും. സീക്രസി ഓഫ് ഇൻഫോർമേഷൻസ്, അതായത് ആ ഒരു ബിസിനസ്സിൻ്റെ സീക്രറ്റ്സ് അയാൾ മാത്രമായിരിക്കും കീപ്പ് ചെയ്യുക, എല്ലാവരോടും ആർക്കും അറിയുണ്ടാവില്ല. ഡയറക്റ്റ് ഇൻസെൻറ്റീവ്സ്, അതായത് പ്രോഫിറ്റ് ഷെയർ ചെയ്യാനോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം എല്ലാ ഇൻസെൻറ്റീവും ഡയറക്റ്റായിട്ട് അയാളുടെ കയ്യിൽ തന്നെ ആയിരിക്കും. സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെൻറ്റ്, പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ഇൻവോൾവിങ് വർക്കിംഗ് ഫോർ വൺ സെൽഫ്, അയാളുടെ പേഴ്സണൽ ഒരു സാറ്റിസ്ഫാക്ഷനാണ് ഇതിലൂടെ ഉണ്ടാകുന്നത്. ഈസ് ഓഫ് ഫോർമേഷൻ ക്ലോസിങ്, നല്ല ഈസി ആയിട്ട് ഫോർമാറ്റ് എന്താ പറയുക ബിൽഡ് ചെയ്യാനും അതേപോലെ തന്നെ വേണ്ടാന്ന് തോന്നുമ്പോൾ അടച്ചു പൂട്ടാനും പറ്റുന്ന ഒരു ബിസിനസ്സാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത് ലിമിറ്റഡ് റിസോഴ്സസ് ആണ്. അതായത് ഒരാൾ ഒറ്റയ്ക്ക് മാത്രമായിട്ട് സംരംഭം നടത്തുമ്പോൾ അയാളുടെ പേഴ്സണൽ സേവിങ്സ് കൊണ്ടൊക്കെ ആയിരിക്കും ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ റിസോഴ്സസ് കുറച്ച് ലിമിറ്റഡ് ആയിരിക്കും. ലിമിറ്റഡ് ലൈഫ് ഓഫ് ബിസിനസ്, അതായത് ഈ ബിസിനസ്സിന് അധികം കാലം കണ്ടിന്യൂറ്റി ഉണ്ടാവില്ല. ഒരാൾ മാത്രമായിട്ടാകുമ്പോൾ അയാൾ വല്ല മരിക്കായി, അയാൾക്ക് ഇൻസോൾവൻസിയോ പാപ്പരാവ് വല്ല രോഗമോ മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നാൽ ബിസിനസ് ക്ലോസ് ചെയ്യേണ്ടി വരും. അൺലിമിറ്റഡ് ലാബിലിറ്റി, ദ ബിസിനസ് ഫയൽ ദ ക്രെഡിറ്റേഴ്സ് ക്യാൻ റിക്കവർ ദ ഡ്യൂസ് ഓൺ ദ മിയർലി ഫ്രം ദ ബിസിനസ് അസെറ്റ്. അതായത് അൺലിമിറ്റഡ് ലാബിലിറ്റി അൺലിമിറ്റഡ് ആയിരിക്കും. അയാൾക്ക് ബിസിനസ്സിൽ വല്ല ഫെയിലിയറോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ അയാളുടെ എന്താ പറയുക പ്രോഫിറ്റുള്ള അസറ്റിൽ നിന്ന് തന്നെ ഇത് അടച്ചു തീർക്കേണ്ട ആവശ്യം വരും. ദെൻ ലിമിറ്റഡ് മാനേജീരിയൽ എബിലിറ്റി, പ്രത്യേകിച്ച് ഇയാൾക്ക് സ്കില്ലൊന്നും ഉണ്ടാവില്ല, മാനേജീരിയൽ സ്കില്ലൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അയാളുടെ കഴിവ് വെച്ചിട്ട് തന്നെയായിരിക്കും ഈ ഒരു ബിസിനസ് കൺട്രോൾ ആയിട്ടുണ്ടാവുക. അടുത്തതാണ് ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ് ഓർ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഫോർ ബിസിനസ്, HUF ആൻഡ് JHF എന്ന് പറയും. ഇറ്റ് റെഫേഴ്സ് ടു ഫോം ഓഫ് ഓർഗനൈസേഷൻ wherein the business is owned and carried on by the members of the ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ഒരു ഫാമിലി മൊത്തമായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു ബിസിനസ്സിനെയാണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഗവേൺഡ് ബൈ ദ ഹിന്ദു ലോ, ഒരു ഹിന്ദു ലോ പ്രകാരമായിരിക്കും ഇവർ ഗവേൺ ചെയ്തിട്ടുണ്ടായിരിക്കാം. ദ ബേസിസ് ഓഫ് മെമ്പർഷിപ്പ് ഇൻ ദ ബിസിനസ് ഈസ് ബർത്ത് ഇൻ എ പെർട്ടിക്കുലർ ഫാമിലി ആൻഡ് 3 സക്സസീവ് ജനറേഷൻ ക്യാൻ ബി മെമ്പേഴ്സ് ഇൻ ദ ബിസിനസ്. അതായത് ഇതിൻ്റെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ഫാമിലിയിൽ ജനിച്ചു എന്നുള്ളത് തന്നെയായിരിക്കും അതിൻ്റെ മെമ്പർഷിപ്പ്. 3 തലമുറകളായിട്ടുള്ള വ്യക്തികൾ ആ ബിസിനസ്സിൽ അംഗങ്ങളായിട്ടുണ്ടായിരിക്കും. ദ ബിസിനസ് ഈസ് കൺട്രോൾഡ് ബൈ ദ ഹെഡ് ഓഫ് ദ ഫാമിലി ഹൂ ഈസ് ഓൾഡസ്റ്റ് മെമ്പർ ആൻഡ് ഈസ് കോൾഡ് കർത്ത. അതായത് ആ ഒരു ഫാമിലിയിലെ ഏറ്റവും എൽഡസ്റ്റ് ആയിട്ടുള്ള മെമ്പർ ആരാണോ അയാളായിരിക്കും ആ ബിസിനസ് കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കാം. ആ വ്യക്തിനെ വിളിക്കുന്ന പേരാണ് കർത്ത. All members have equal ownership right over the property of an ancestor and they are known as co-parsonsers. എല്ലാ മെമ്പേഴ്സിനും ഈക്വൽ ഓണർഷിപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കാം. അത് മെമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് co-parsons എന്ന് പറയുന്നത്.
എന്തൊക്കെയാണ് HUFൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഫോർമേഷൻ ഫോർ JS ബിസിനസ് there should be at least 2 members in the family and ancestral property to be inherited by them. അതായത് ഒരു 2 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇവർ പാരമ്പര്യമായിട്ട് ഫോളോ ചെയ്തു വരുന്ന രീതികളാണ് ഇതൊക്കെ. ഹിന്ദു സക്സഷൻ ആക്ട് 1956 പ്രകാരമാണ് ഇത് നിലവിൽ വന്നത്. ലാബിലിറ്റി ദ ലാബിലിറ്റി ഓഫ് ഓൾ മെമ്പേഴ്സ് എക്സെപ്റ്റ് കർത്ത ഈസ് ലിമിറ്റഡ് ടു ദ ഷെയർ ഓഫ് ദ പ്രോപ്പർട്ടി ഓഫ് ബിസിനസ് ഓവർ ദ കർത്ത ഹാസ് അൺലിമിറ്റഡ് ലാബിലിറ്റി. കർത്തക്ക് മാത്രം അൺലിമിറ്റഡ് ലാബിലിറ്റി, മറ്റുള്ളവർക്കൊക്കെ അവരുടെ ലാബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കും. കൺട്രോൾ ദ കൺട്രോൾ ഓഫ് ദ ബിസിനസ് ലൈസ് വിത്ത് കർത്ത എന്ന് പറയുന്നതാണ് ദ മെയിൻ പേഴ്സൺ ടു കൺട്രോൾ ദ ബിസിനസ്. അപ്പോൾ അയാൾക്കായിരിക്കും ഈ ഒരു ബിസിനസ്സിൻ്റെ മൊത്തം കൺട്രോൾ എന്ന് പറയുന്നത്. കണ്ടിന്യൂറ്റി ഉള്ളൊരു ബിസിനസ്സാണ് HUF എന്ന് പറയുന്നത്. അതായത് ഇനി കറുത്ത മരിക്കുകയാണെങ്കിലോ മറ്റുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിലോ അതിൻ്റെ ഏറ്റവും എൽഡസ്റ്റ് ആയിട്ടുള്ള മെമ്പർ ആരാണോ അയാൾക്ക് ആ പൊസിഷൻ കൊടുക്കും. അങ്ങനെ ആ ഒരു ബിസിനസ് കണ്ടിന്യൂ ചെയ്തു പോകും. മൈനേഴ്സ് ക്യാൻ ഓൾസോ ബി മെമ്പർ ഓഫ് ദ ബിസിനസ്. ഈ ഒരു ബിസിനസ്സിൻ്റെ മെമ്പേഴ്സിൽ മൈനേഴ്സിനെ കൂടെ കൺസിഡർ ചെയ്യാറുണ്ട്. അഡ്വാൻറ്റേജസ് എന്താണെന്നൊക്കെ എഫക്റ്റീവ് കൺട്രോൾ. കർത്തക്ക് ഒരു ഡിസിഷൻ മേക്കിംഗ് പവർ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യും. കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കും. നിലവിലുള്ള കർത്തക്ക് വലുത് സംഭവിക്കുകയാണെങ്കിൽ അങ്ങനെ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യില്ല. കാരണം മറ്റ് വ്യക്തി പിന്നെ ഏതാണോ മുതിർന്ന വ്യക്തി അവരത് ഏറ്റെടുക്കും. ലാബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കും. Then increased loyalty and cooperation. Business is run by the members of the family. There is a greater sense of loyalty towards one another. അതായത് പരസ്പരം ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ് ബിസിനസ് കൊണ്ട് പോകുന്നത് മൂലം അവർ തമ്മിലൊരു ലോയൽറ്റിയും കോപ്പറേഷനൊക്കെ ഉണ്ടായിരിക്കും. ഡിസഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ ലിമിറ്റഡ് റിസോഴ്സസ് ആണ്. അതായത് അവരുടെ ക്യാപിറ്റലും അതേപോലെ അവരുടെ റിസോഴ്സസൊക്കെ കുറവായിരിക്കും. അതാണൊരു ഡ്രോബാക്ക്. ഇതാണ് അൺലിമിറ്റഡ് ലാബിലിറ്റി ഓഫ് കർത്തക്ക് എന്താ പറയുക, ലാബിലിറ്റി അൺലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ അയാൾക്കത് ചിലപ്പോൾ എന്തെങ്കിലും ലോസൊക്കെ ഉണ്ടായാൽ അത് വീട്ടണം എന്നുണ്ടെങ്കിൽ കർത്തയുടെ പേഴ്സണൽ പ്രോപ്പർട്ടിയൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. ഡോമിനൻസ് ഓഫ് കർത്ത ഇൻഡിവിജ്വലി മാനേജസ് ദ ബിസിനസ് വിച്ച് മേ അറ്റ് ടൈംസ് നോട്ട് ബി അക്സെപ്റ്റബിൾ അതർ മെമ്പേഴ്സും. അതായത് കർത്ത മാത്രമാണ് ഇവിടെ ഒരു ഡോമിനൻസ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. ലിമിറ്റഡ് മാനേജീരിയൽ സ്കില്ല് ഇവർക്ക് പ്രൊഫഷണൽസിനെ പോലെ സ്കില്ലൊന്നും അധികം ഉണ്ടാവില്ല. അതൊരു ഡ്രോബാക്കാണ്. ഇനിയാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. പാർട്ട്ണർഷിപ്പ് ഈസ് ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺ വിത്ത് ദ മെയിൻ എയിം ടു റൺ എ ബിസിനസ് ആൻഡ് ഷെയർ ദ പ്രോഫിറ്റ് ഇൻ എക്വീഡ് റേഷ്യോ. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് 2-3 ആൾക്കാർ ചേർന്നുണ്ടാക്കുന്ന ഒരു അസോസിയേഷനാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അവർ തമ്മിലൊരു എഗ്രീഡ് റേഷ്യോ ഉണ്ടായിരിക്കും. പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഞങ്ങൾ ഷെയർ ചെയ്തിട്ട് ആ ഒരു റേഷ്യോ പ്രകാരം ഷെയർ ചെയ്തെടുത്തോളാം എന്നുള്ളതാണ്. അതായത് പാർട്ട്ണർഷിപ്പ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more persons who have agreed to share the profit of a business carried on all by or any of them acting for all. ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരം സെക്ഷൻ 4 ഒരു ഡെഫിനിഷനാണിത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷനാണ്. ഇത് പഠിച്ചു വെക്കാം കേട്ടോ. ഓണേഴ്സ് ഓഫ് ദ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആർ കളക്റ്റീവ്ലി കോൾഡ് എ ഫേം ആൻഡ് ഇൻഡിവിജ്വലി കോൾഡ് പാർട്ട്നേഴ്സ്. ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിന് നമ്മൾ ഓണേഴ്സിനെ നമ്മൾ എന്താ പറയുക പൊതുവേ വിളിക്കുന്നൊരു പേരാണ് ഫേം എന്ന് പറയുന്നത്. അതിലുള്ള ഇൻഡിവിജ്വൽസിനെ വിളിക്കുന്ന പേരാണ് പാർട്ട്നേഴ്സ്. ദ നെയിം അണ്ടർ വിച്ച് ബിസിനസ് ഈസ് ക്യാരിഡ് ഓൺ ഇറ്റ്സ് നെയിമിലാണ് ഇത് അറിയപ്പെടുക. ഫീച്ചേഴ്സ്. ഫോർമേഷൻ. ദ പാർട്ട്ണർഷിപ്പ് ഫോം ഓഫ് ബിസിനസ് ഈസ് ജനറലി ഗവേൺഡ് ബൈ ദ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരമാണ് ഈ ഒരു പാർട്ട്ണർഷിപ്പ് ഫോം ഫോർമാറ്റ് ചെയ്തിട്ടുള്ളത്. ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. പ്രോഫിറ്റും ഷെയറും അവരൊരു അഗ്രീഡ് റേഷ്യോ വെച്ചിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ബേസിസിലായിരിക്കും എന്താ പറയുക ഷെയർ ചെയ്യാം. എക്സിസ്റ്റൻസ് ഓഫ് ബിസിനസ്. ഇറ്റ് ഈസ് ഫോംഡ് ഓൺലി ഫോർ ദ പർപ്പസ് ഓഫ് ക്യാരി ഓൺ എ ലോഫുൾ ബിസിനസ്. ലോണിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ബിസിനസ് ഉണ്ടായിരിക്കും. മ്യൂച്വൽ ഏജൻസി. ദ പാർട്ട്ണർഷിപ്പ് ബിസിനസ് മേ ബി ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി വൺ ഓഫ് ദം ആക്ടിംഗ് ഫോർ ഓൾ. ദസ് ഈച്ച് പാർട്ട്ണർ ഈസ് പ്രിൻസിപ്പൽ ആൻഡ് സോ ആൻ ആക്ട് ഈസ് ഓൺ റൈറ്റ്. അതായത് ഇതിൽ ആരൊക്കെയാണോ പാർട്ട്നേഴ്സ് ഉള്ളത് അവർക്കൊക്കെ ഈക്വൽ റൈറ്റ്സ് ആയിരിക്കും. നമ്പർ ഓഫ് പാർട്ട്നേഴ്സ്. The minimum number of partners needed to start a partnership firm is 2 according to section 460 of the Companies Act 2010. Maximum number of partners in a partnership firm can be 100. Term of Companies Rule 14. Present maximum number of can be 50. അതായത്
കമ്പനീസ് ആക്ട് പ്രകാരം മിനിമം നമ്പേഴ്സ് എന്ന് പറയുന്നത് 2ഉം മാക്സിമം നമ്പേഴ്സ് എന്ന് പറയുന്നതും 50ആണ്. അൺലിമിറ്റഡ് ലയബിലിറ്റി, ദ ലയബിലിറ്റി ഓഫ് പാർട്ട്നേഴ്സ് ഈസ് അൺലിമിറ്റഡ്. ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി, ഡെത്ത്, റിട്ടയർമെൻറ്റ്, ഇൻസോൾവൻസി, ഇൻസാനിറ്റി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ വരികയാണെങ്കിൽ ഇതിൻ്റെ കണ്ടിന്യൂറ്റിക്ക് പ്രശ്നം വരും. രജിസ്ട്രേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഈസ് നോട്ട് കമ്പൾസറി. ഇതിൽ രജിസ്ട്രേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് കമ്പൾസറി ആയിട്ടുള്ളൊരു പ്രോസസ്സല്ല. ദെൻ പാർട്ട്ണർഷിപ്പ് ഡീഡ്. Partnership is a result of mutual agreement. The agreement may be oral or written. It is desirable to have written agreement. Such agreement is called a partnership deed. അതായത് ഒരു മ്യൂച്വൽ എഗ്രീമെൻറ്റിൻ്റെ റിസൾട്ടിന് പുറത്തുണ്ടാവുന്ന ഒരു ഇതാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അവർ ഓറലോ റിട്ടണോ അത് എഗ്രിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ഒരു റിട്ടൺ എഗ്രിമെൻറ്റിന് പറയുന്ന പേരാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ഇതിൽ ആ പാർട്ട്ണർഷിപ്പിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും അതേപോലെ തന്നെ കണ്ടീഷൻസും ഒക്കെ അതിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. ആരൊക്കെയാണോ അതിൽ പാർട്ട്നേഴ്സായിട്ടുള്ളത് അവരൊക്കെ അതിൽ സൈൻ ചെയ്തിട്ടും സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡിൽ എന്തൊക്കെ ഉണ്ടായിരിക്കുന്നത് വെച്ചാൽ നെയിം ഓഫ് ദ ഫേം, നെയിംസ് ആൻഡ് അഡ്രസ് ഓഫ് പാർട്ട്നേഴ്സ്, നെയിം ഓഫ് ബിസിനസ്, പ്രിൻസിപ്പൽ പ്രൈസ് ഓഫ് ഷെയർ ബിസിനസ്, ഡ്യൂറേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്, എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ഈച്ച് പാർട്ട്നേഴ്സ് ആൻഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് കേട്ടോ. വാട്ട് ആർ ദ കണ്ടൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്? ദെൻ amount of salary if any payable to partners, amount of drawings, right of interest, provisions regarding admission, maintenance of books of account, arrangement for settlement of debts, right and duties of powers and obligation of all partners, and provisions regarding resolution. ഇനിയാണ് ടൈപ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ്. ടൈപ്പ് ഓഫ് പാർട്ട്ണർഷിപ്പ് നമ്മൾ ഓൺ ദ ബേസിസ് ഡ്യൂറേഷൻ്റെ ബേസിസിലും അതേപോലെ തന്നെ ലാബിലിറ്റിയുടെ ബേസിലും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഡ്യൂറേഷൻ്റെ ബേസിൽ എന്ന് വെച്ചാൽ പാർട്ട്ണർഷിപ്പ് അറ്റ് വില്ല് പർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പും, ലാബിലിറ്റിയുടെ ബേസിസിൽ വിത്ത് ലിമിറ്റഡ് ലാബിലിറ്റി ആൻഡ് വിത്ത് അൺലിമിറ്റഡ് ലാബിലിറ്റീസ്. ഡ്യൂറേഷൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തതാണ് പാർട്ട്ണർഷിപ്പ് അറ്റ് വില്ല്. ഇറ്റ് എക്സിറ്റ് അറ്റ് ദ വില്ല് ഓഫ് ദ പാർട്ട്നേഴ്സ്. എനി പാർട്ട്ണർ മേ ടെർമിനേറ്റ് ദ പാർട്ട്ണർഷിപ്പ് ബൈ ഗിവിംഗ് നോട്ടീസ് ഫോർ ദ സെയിം അറ്റ് ഹിസ് വില്ല്. അതായത് നമ്മുടെ ഇഷ്ടപ്രകാരം എക്സിസ്റ്റ് ചെയ്യുന്നതാണ് പാർട്ട്ണർഷിപ്പ് അറ്റ് വില്ല് എന്ന് പറയുന്നത്. നമുക്ക് ഓക്കെ എന്താ പറയുക ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് സ്വയം തന്നെ ഒരു നോട്ടീസ് കൊടുത്തിട്ട് അതിൽ നിന്ന് പോവാം. പെർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോംഡ് ടു അണ്ടർടേക്ക് എ പെർട്ടിക്കുലർ വെഞ്ചർ ഈസ് ഫോംഡ് ഫോർ എ പെർട്ടിക്കുലർ പീരീഡ്. അതായത് ഒരു പെർട്ടിക്കുലർ പീരീഡ് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ തുടങ്ങുന്ന ഒരു പാർട്ട്ണർഷിപ്പ് ഫോമാണ് പെർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്പയറി ചെയ്യുന്നത് വരെ നമ്മളത് അവിടെ ഉണ്ടാകണം. ദെൻ ഓൺ ദ ബേസിസ് ഓഫ് ലാബിലിറ്റി, ലാബിലിറ്റിയുടെ ബേസിൽ എന്താ പറയുക ജനറൽ പാർട്ട്ണർഷിപ്പ് ഉണ്ട്, അൺലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ് ഉണ്ട്. അതായത് ഈസ് ദ ലാബിലിറ്റി ഓഫ് ദ പാർട്ട്നേഴ്സ് ഈസ് അൺലിമിറ്റഡ് ആൻഡ് joint. Registration of the firm is optional. This existence of the firm is affected by the death, retirement and insolvency of the partners. അതായത് ഇവിടുത്തെ പാർട്ട്നേഴ്സിൻ്റെ ലാബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. രജിസ്ട്രേഷൻ ഫേം ഈസ് ഓപ്ഷണൽ ആണ്. ഇതിൻ്റെ എക്സിസ്റ്റൻസ് വല്ല പാർട്ട്നേഴ്സിൻ്റെ ഡെത്തോ റിട്ടയർമെൻറ്റോ ഇൻസോൾവൻസിയോ ഒക്കെ ബേസ് ചെയ്താൽ അതിൻ്റെ എക്സിസ്റ്റൻസിനെ ബാധിക്കും. അടുത്തതാണ് ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ്. ഇൻ ദിസ് ടൈപ്പ് ദ ലാബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ പാർട്ട്ണർ ഈസ് അൺലിമിറ്റഡ് വേർ ദ റെസ്റ്റ് മേ ഹാവ് ലിമിറ്റഡ് ലാബിലിറ്റി. ഒരു പാർട്ട്ണറുടെ എന്താ പറയുക ലാബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡും അടുത്ത പാർട്ട്ണറുടെ ലിമിറ്റഡുമായിരിക്കും. ഇറ്റ് ഈസ് നോട്ട് ടെർമിനേറ്റഡ് ഡ്യൂ ടു ഡെത്ത്, റിട്ടയർമെൻറ്റ് ആൻഡ് ഇൻസോൾവൻസി. ദ ലിമിറ്റഡ് പാർട്ട്ണർ ഡു നോട്ട് എൻജോയ് എനി മാനേജ്മെൻറ്റ് റൈറ്റ് ആൻഡ് രജിസ്ട്രേഷൻ ഈസ് കമ്പൾസറി. അതായത് എന്താ പറയുക ഇത് ഡെത്തോ മറ്റുള്ള കാര്യങ്ങളൊന്നും വന്നാലൊന്നും ടെർമിനേറ്റ് ആയി പോവില്ല. ഈ ലിമിറ്റഡ് ലാബിലിറ്റി ഉള്ള പാർട്ട്ണർക്ക് അധികം അതിൻ്റെ മാനേജ്മെൻറ്റ് റൈറ്റ്സും മറ്റൊന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല. എല്ലാ കൺട്രോളും എന്താ പറയുക അൺലിമിറ്റഡ് ലാബിലിറ്റി കൺട്രോൾ ചെയ്യുന്ന പാർട്ട്ണർക്കായിരിക്കും. ഇനിയാണ് ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ്. എന്തൊക്കെയാണ് ഏതൊക്കെ തരത്തിലാണ് പാർട്ട്നേഴ്സ് എന്ന് പറയാം? ആക്റ്റീവ് പാർട്ട്നേഴ്സ് ഉണ്ട്, സ്ലീപ്പിംഗ് പാർട്ട്നേഴ്സ് ഉണ്ട്, നോമിനൽ പാർട്ട്നേഴ്സ് ഉണ്ട്, പാർട്ട്നേഴ്സ് ബൈ എസ്റ്റോപ്പൽ, പാർട്ട്നേഴ്സ് ബൈ ഹോൾഡിംഗ് ഔട്ട് ആൻഡ് സീക്രട്ട് പാർട്ട്ണർ. ആക്റ്റീവ് പാർട്ട്ണർ മീൻസ് a partner who contribute capital and take active participates in the day-to-day working of the firm is known as active or working partner. അതായത് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനും അതേപോലെ തന്നെ ഡേ ടു ഡേ ആക്ടിവിറ്റീസും ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റീസിലൊക്കെ നല്ല രീതിയിൽ
ആക്ട് ചെയ്യുന്ന വ്യക്തിനെയാണ് നമ്മൾ ആക്റ്റീവ് പാർട്ട്ണർ ഓർ വർക്കിംഗ് പാർട്ട്ണർ എന്ന് പറയാം. സ്ലീപ്പിംഗ് പാർട്ട്ണർ മീൻസ് സ്ലീപ്പിംഗ് പാർട്ട്ണർ ഡസ് നോട്ട് ടേക്ക് എനി ആക്റ്റീവ് പാർട്ട് ഇൻ ദ കോണ്ടക്ട് ഓഫ് ദ ബിസിനസ്സും ഈസ് ഓൺലി കോൺട്രിബ്യൂട്ടഡ് ക്യാപിറ്റൽ ആൻഡ് ഷെയർസ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസസും. അതായത് ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റീസിലും അതേപോലെ മറ്റുള്ള കാര്യത്തിലൊന്നും അയാൾ ഇടപെടുന്നില്ല. അയാൾ ക്യാപിറ്റലും അതേപോലെ തന്നെ പ്രോഫിറ്റും ലോസസൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മാത്രം വരുന്ന പാർട്ട്ണറായിരിക്കും. അതാണ് സ്ലീപ്പിംഗ് പാർട്ട്ണർ. The nominal partner. A nominal partner neither contributes capital nor takes any active part in the management of the business. He simply lends his name to the firm. He may or may not be entitled to get a share in the profit of the business. He is liable to third parties for all debt of the firm. He is called quasi partner. അതായത് ഇയാൾ ക്യാപിറ്റൽ ചിലപ്പോൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവില്ല, അതേപോലെ ചിലപ്പോൾ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ മാനേജ്മെൻറ്റിൽ നടത്തുന്നുണ്ടായിരിക്കില്ല. അയാൾക്ക് ജസ്റ്റ് ഒരു സിംപ്ലി ലെൻഡ് ഹിസ് നെയിം ടു ഹിസ് ഫേം. ആ ഫേമിൽ അയാളുടെ ഒരു നെയിം ഉണ്ടാവുമെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു ഇതില്ലാത്തൊരു വ്യക്തിയാണ്. അയാളാണ് കോസി പാർട്ട്ണർ എന്നും കൂടെ വിളിക്കും നോമിനൽ പാർട്ട്ണറിനെ. Then partners by estoppel. If a person by his talk or action leads others to believe that he is a partner in a firm, then he is known as a partner by estoppel. He is not entitled to share in the profit of the firm, but he will be liable to തേർഡ് പാർട്ടീസ്. അതായത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും ആക്ഷനിലൊക്കെ മറ്റുള്ളവരെ അവർ ബിലീവ് ചെയ്യിപ്പിക്കുന്നത് ഹീസ് എ പാർട്ട്ണർ ഓഫ് ദ ഫേം. അങ്ങനത്തെ വ്യക്തികളാണ് പാർട്ട്നേഴ്സ് ബൈ എസ്റ്റോപ്പൽ എന്ന് പറയാം. പാർട്ട്നേഴ്സ് ബൈ ഹോൾഡിംഗ് ഔട്ടും. ഇഫ് എ പേഴ്സൺ മേ ബി റെപ്രസെൻറ്റഡ് ആസ് എ പാർട്ട്ണർ ടു ദ പബ്ലിക് ബൈ അതേഴ്സ് and he does not hear the news immediately or knowing it, he is considered as the partner by holding out. He is liable to their parties to pay the debt of the firm. അതായത് എന്താ പറയുക, പബ്ലിക്കിൻ്റെ മുന്നിൽ ഇയാളൊരു പാർട്ട്ണറാണ് എന്നുള്ള ഇതിൽ കേൾക്കുകയുള്ളൂ. പക്ഷെ അങ്ങനെ കേട്ടാൽ പോലും അയാൾ അതിനെ നിരസിക്കാതെ പെട്ടെന്ന് അതിനെ നിരസിക്കില്ല, അതങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹീസ് കൺസിഡേർഡ് ആസ് എ പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട്. അങ്ങനത്തെ വ്യക്തികളെയാണ് പാർട്ട്നേഴ്സ് ബൈ ഹോൾഡിംഗ് ഔട്ട് പറയാം. എന്തെങ്കിലും എന്താ പറയുക ഡെപ്റ്റ്സൊക്കെ വന്നാൽ ഇയാളും അത് വഹിക്കേണ്ട ചുമതലയുണ്ട്. പിന്നെ സീക്രട്ട് പാർട്ട്ണർ. എ സീക്രട്ട് പാർട്ട്ണർ ഈസ് വൺ ഹൂസ് അസോസിയേഷൻ വിത്ത് ദ ഫേം ഈസ് അൺനോൺ ടു ദ ജനറൽ പബ്ലിക്. അതായത് ജനറൽ പബ്ലിക്കിന് അറിയപ്പെടാത്തൊരു പാർട്ട്ണറെയാണ് സീക്രട്ട് പാർട്ട്ണർ എന്ന് പറയുന്നത്. അതർ ദാൻ ദിസ് ഡിസ്റ്റിങ് ഫ്യൂച്ചർ ഇൻ ഓൾ അതർ ആസ്പെക്ട് ഹീ ഈസ് ലൈക്ക് ദ റെസ്റ്റ് ഓഫ് ദ പാർട്ട്നേഴ്സ്. ഇനിയാണ് മൈനർ പാർട്ട്ണർ എന്ന് പറയുന്നത്. മൈനർ ഈസ് എ പേഴ്സൺ ഹു ഹാസ് നോട്ട് അറ്റൈൻഡ് ദ ഏജ് ഓഫ് 18. 18 വയസ്സ് പൂർത്തിയാവാത്ത വ്യക്തികളാണ് നമ്മൾ മൈനർ എന്ന് പറയുന്നത്. അങ്ങനത്തെ വ്യക്തികൾ ആരെങ്കിലും പാർട്ട്ണറായിട്ടുണ്ടെങ്കിലാണ് പാർട്ട്നേഴ്സ് പറയുക. പക്ഷേ ഇറ്റ് ഈസ് ഇൻകോമ്പീറ്റൻറ്റ് കോൺടാക്റ്റ്. ഇങ്ങനത്തെ ഇവരായിട്ട് വെച്ചുള്ള കോൺടാക്റ്റ് ഇൻകോമ്പീറ്റൻ്റ് ആണ്. ഇയാൾക്ക് എല്ലാ എന്താ പറയുക ഇതും കിട്ടണമെന്നുണ്ടെങ്കിൽ അയാൾ പാർട്ട്ണർ എന്താ പറയുക അയാൾ 18 വയസ്സ് പൂർത്തിയായാലാണ് എല്ലാ ഇതും കിട്ടുള്ളൂ. ദ ലയബിലിറ്റി ഓഫ് മൈനർ പാർട്ട്ണർ ഈസ് ലിമിറ്റഡ്. ദ മൈനർ ക്യാൻ ഷെയർ ഓൺലി പ്രോഫിറ്റ് ആൻഡ് കനോട്ട് ബി ആസ്ക്ഡ് ബിയർ ലോസസ്. ഹി വിൽ നോട്ട് ബി എലിജിബിൾ ടു ടേക്ക് ആൻ ആക്റ്റീവ് പാർട്ട് ഇൻ ദ മാനേജ്മെൻറ്റ് ഫോം. മാനേജ്മെൻറ്റ് ഫോമിലൊക്കെ അയാൾക്ക് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യും. ഇയാൾക്ക് പ്രോഫിറ്റ് മാത്രമേ കിട്ടുള്ളൂ, അതായത് ലോസ് ബിയർ ചെയ്യേണ്ട ആവശ്യമില്ല. രജിസ്ട്രേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. ഇനി എങ്ങനെയാണ് ഒരു പാർട്ട്ണർഷിപ്പ് രജിസ്റ്റർ ചെയ്യാൻ നോക്കാം. അക്കോർഡിംഗ് ടു രജിസ്ട്രേഷൻ ആക്ട് 19 പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരമാണ് നമ്മളൊരു പാർട്ട്ണർഷിപ്പ് രജിസ്റ്റർ ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കും, രജിസ്ട്രാർക്ക് കൊടുക്കും. അതിൽ നെയിം ഓഫ് ദ ഫോം ഉണ്ടായിരിക്കും, ദ പ്രിൻസിപ്പൽ ഓഫ് പ്ലേസ്, നെയിം ആൻഡ് അഡ്രസ് ഓഫ് പാർട്ട്നേഴ്സ്, ഡേറ്റ് ഓഫ് അഡ്മിഷൻ ഓഫ് പാർട്ട്നേഴ്സ്, ഡ്യൂറേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എക്സെട്ര ഒക്കെ ഉണ്ടായിരിക്കും. എല്ലാ പാർട്ട്നേഴ്സും സൈൻ ചെയ്തിട്ട് നമ്മൾ രജിസ്ട്രാറുടെ കയ്യിൽ കൊടുക്കും. ഒരു ഡെപ്പോസിറ്റ് ഫീ കൊടുക്കും. രജിസ്ട്രാർ ആഫ്റ്റർ അപ്രൂവൽ ടേക്ക് ദ രജിസ്ട്രാർ ഓഫ് ഫേംസ് ആൻഡ് ഇഷ്യൂ ഓഫ് സർട്ടിഫിക്കറ്റ്. അതായത് രജിസ്ട്രാർ അത് അപ്രൂവ് ചെയ്യണമെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഇഷ്യൂ ചെയ്യും. ഇനി എന്താണ് അഡ്വാൻറ്റേജസ് ഓഫ് പാർട്ട്ണർഷിപ്പ്? എന്തൊക്കെയാണ് പാർട്ട്ണർഷിപ്പിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഈസ് ഓഫ് ഫോർമേഷൻ ഓഫ് ക്ലോഷർ. നമുക്ക് പെട്ടെന്ന് ഫോർമാറ്റ് ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റുന്നതാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ബെറ്റർ മാനേജ്മെൻറ്റ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. നമുക്ക് നല്ല രീതിയിൽ മാനേജ്മെൻറ്റും ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ യൂസ്ഫുള്ളാണ്. ദെൻ മോർ ക്യാപിറ്റൽ. ഇൻ ദിസ് ക്യാപിറ്റൽ ഈസ് കോൺട്രിബ്യൂട്ടഡ് ബൈ നമ്പർ ഓഫ് മെമ്പേഴ്സ്. എത്ര മെമ്പേഴ്സാണോ ഉള്ളത് വെച്ച് അവരൊക്കെ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യും. ഷെയറിങ് ഓഫ് റിസ്ക്കും അതേപോലെ തന്നെ എല്ലാ പാർട്ട്നേഴ്സും അവർക്ക് പണ്ടുള്ള റേഷ്യോയിൽ ഷെയർ ചെയ്യും. സീക്രസി. എ പാർട്ട്ണർഷിപ്പ് ഫേം ഈസ് നോട്ട് ലീഗലി റിക്വയർഡ് ടു പബ്ലിഷ് ഇറ്റ്സ് അക്കൗണ്ട്സ് ആൻഡ് സബ്മിറ്റ് ഇറ്റ്സ് റിപ്പോർട്ടും.
എൻസിറ്റി ഈസ് ഏബിൾ ടു മെയിൻറ്റെയിൻ കോൺഫിഡൻഷ്യൽ ഇൻഫോർമേഷൻസ്. അതായത് ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ അക്കൗണ്ട്സ് ഓഫ് ബിസിനസ് സബ്മിറ്റും അതും റിപ്പോർട്ടൊന്നും മറ്റൊരാൾക്ക് പബ്ലിഷ് ചെയ്യാൻ പാടില്ല. പാടെ സീക്രസി അങ്ങനെ നിലനിൽക്കും. എന്താണ് ലിമിറ്റേഷൻസ് പറയുന്നത്? പാർട്ട്നേഴ്സിൻ്റെ ലാബിലിറ്റി ഒക്കെ അൺലിമിറ്റഡ് ആയിരിക്കും. അവർക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വന്ന് ലോസോ ഡെപ്റ്റൊക്കെ വന്നാൽ അവരുടെ പേഴ്സണൽ ഇതിന് വേണം അത് അടച്ചു തീർക്കാൻ. ലിമിറ്റഡ് റിസോഴ്സസ് ആണ്. ദർ ഈസ് എ റിസ്ട്രിക്ഷൻ ഓൺ ദ നമ്പർ ഓഫ് പാർട്ട്നേഴ്സ്. ആസ് എ റിസൾട്ട് പാർട്ട്ണർഷിപ്പ് can ഫേസ് പ്രോബ്ലംസ് ഓഫ് എക്സ്പാൻഷൻ ബിയോണ്ട് എ സർട്ടൺ ലിമിറ്റ്. റിസോഴ്സസ് ലിമിറ്റഡ് ആയ കാരണം അവർക്ക് ഒരു സർട്ടൺ ലിമിറ്റ് ഉണ്ടായിരിക്കും വർക്ക് ചെയ്യാനൊക്കെ. ദെൻ പോസിബിലിറ്റി ഓഫ് കോൺഫ്ലിക്റ്റ്. പാർട്ട്നേഴ്സ് തമ്മിൽ തന്നെ ഒരുപാട് ഒപ്പീനിയൻസൊക്കെ വരുന്ന കാരണം കോൺഫ്ലിക്ട്സ്, അതായത് തർക്കങ്ങൾ ഉണ്ടാവാൻ പോസിബിലിറ്റി ഉണ്ട്. ലാക്ക് ഓഫ് കോണ്ടിന്യൂറ്റി, അതായത് പാർട്ട്നേഴ്സുകൾക്ക് തമ്മിൽ വല്ല ഇഞ്ചുറിയോ അതേപോലെ ഡെത്തോ റിട്ടയർമെൻറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നാൽ ഈ പാർട്ട്ണർഷിപ്പ് ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്ത് പോവില്ല. lack of public confidence. A firm is not legally required to publish its financial reports to public. As a result, confidence of the public in partnership firm is generally low. അതായത് പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ഒന്നും നമ്മൾ പബ്ലിക്കിന് റിപ്പോർട്ട് ചെയ്യാത്ത കാരണം ഇവർക്ക് പബ്ലിക്കിനെ ഫേസ് ചെയ്യാൻ കുറച്ച് കോൺഫിഡൻസ് കുറവുണ്ടായിരിക്കും.